ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ CSEB എക്സാമിൽ മാത്സ് ആൻഡ് റീസണിങ് പാർട്ടിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. വളരെ ഒരു ആവറേജ് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈസി ആയിട്ട് നമുക്ക് 20-20 സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു ഈ ഒരു CSEB എക്സാം. മാത്സിൻ്റെ നോക്കുകയാണെങ്കിൽ മാത്സിൽ 20-20 ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വരുന്ന എക്സാമുകളിൽ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം. സോ അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ വീഡിയോ കാണുക. ഞാൻ മുഹമ്മദ് ഫാരിസ്, വൺസ് അഗെയിൻ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എ ഈസ് ബി സിസ്റ്റർ. എ എന്താണ്? ബിയുടെ സിസ്റ്റർ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം ഞാൻ എ ഈസ് ബി സിസ്റ്റർ ആയതുകൊണ്ട് ഞാൻ മൈനസ് ഇട്ട് കൊടുത്തു. ഞാൻ ജെൻഡർ ഫീമെയിൽ ആണെങ്കിൽ മൈനസും മെയിൽ ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു റിലേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. സി ഈസ് ബീസ് മദർ, അതായത് ബിയുടെ മദറാണ് സി. ഡി ഈസ് സീസ് ഫാദർ, സിയുടെ ഫാദറാണ് ഡി എന്ന് പറയുന്നത്. ദെൻ ഇ ഈസ് ഡീസ് മദർ, ഡിയുടെ മദറാണ് ഇ. അപ്പോൾ ചോദ്യം എന്താണ്? ദെൻ ഹൗ എ ഈസ് റിലേറ്റഡ് ടു ഡി, അതായത് എക്ക് ഡിയുമായുള്ള റിലേഷൻ എന്താണെന്നുള്ളതാണ്. ബ്ലഡ് റിലേഷനുമായി ഇവിടെ വളരെ ഈസിയാണ്. നമ്മൾ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ വരച്ചു പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരേ ജനറേഷൻ ആണെങ്കിൽ നേരക്ക് വരക്കുക, തൊട്ട് മുകളിലത്തെ ജനറേഷൻ അതായത് ഫാദർ മദർ അങ്ങനെ തൊട്ട് മുകളിലത്തെ ജനറേഷൻ ആണെങ്കിൽ മുകളിലേക്ക് വരച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ എക്ക് ഡിയുമായി റിലേഷൻ എന്താണ്? ഡിയുടെ ഗ്രാൻഡ് ഡോക്ടറാണ് എ എന്ന് പറയുന്നത് അല്ലേ. സോ എ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഡോക്ടറാണ്. ആരുടെ? ഡിയുടെ ഗ്രാൻഡ് ഡോക്ടറാണ്. ക്ലിയർ ആണല്ലോ. സോ എയുടെ ഗ്രാൻഡ് ഡോക്ടറാണ് ഡിയുടെ ഗ്രാൻഡ് ഡോക്ടറാണ് എ എന്ന് പറയുന്നപ്പോൾ എ ഗ്രാൻഡ് ഡോക്ടറാണ് ആരുടെ? ഡിയുടെ ആണ്. സോ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. എ ഈസ് റിലേറ്റഡ്, ഹൗ ഈസ് എ റിലേറ്റഡ് ടു ഡി എന്നുള്ളതാണ്. എക്ക് ഡിയുമായുള്ള റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നേരെ തിരിച്ചു പറയുമ്പോൾ ഗ്രാൻഡ് ഫാദർ എന്നും വരും, പക്ഷെ ഇവിടെ ആൻസർ ഡി ആണ്, ഗ്രാൻഡ് ഡോക്ടർ ആണ് കേട്ടോ ആൻസർ എന്ന് വരുന്നത്. ഓക്കെ, ഗ്രാൻഡ് ഡോക്ടർ. നെക്സ്റ്റ്, അറേഞ്ച് ദീസ് വേർഡ്സ് ഇൻ ആൽഫബറ്റിക് ഓർഡർ ആൻഡ് ടിക്ക് ദ വൺ ദാറ്റ് കംസ് ലാസ്റ്റ്. അപ്പോൾ ഇത് ഒരു ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. ക്ലറിക്കൽ ടെസ്റ്റ് ഒക്കെ എന്ന് പറയുന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഡിക്ഷണറിയിൽ നമ്മൾ ഒരു വേർഡ്സ് നമ്മൾ അറേഞ്ച് ചെയ്ത് കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരു ആൽഫബറ്റിക് ഓർഡറിലാണ്. സോ ഇങ്ങനെ ആൽഫബറ്റിക് ഓർഡറിൽ ഇവർ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഇതേതാണ്? ഏറ്റവും ലാസ്റ്റ് വരുന്ന വാക്ക് ഏതെന്നുള്ളതാണ് ചോദ്യം അല്ലേ. സോ നമുക്ക് പറയാം ആൽഫബറ്റിക് ഓർഡറിൽ പറയുന്ന സമയത്ത് ബി കഴിഞ്ഞിട്ടാണ് സി അല്ലേ, അതെല്ലാവർക്കും അറിയാം. സോ അതുകൊണ്ട് ഈ അബാൻഡൻ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം, കാരണം അതൊരിക്കലും വരത്തില്ല ലാസ്റ്റ്, കാരണം ബി കഴിഞ്ഞിട്ടാണല്ലോ സി വരിക. പിന്നെ 4 ഓപ്ഷൻ ഉണ്ട്, ഇതിലേതാണ് ലാസ്റ്റ് വരിക എന്നുള്ളതാണ്. ഈ 4 ഓപ്ഷനിൽ 4 ആദ്യത്തെ 2 ആൽഫബറ്റ്സ് എന്താണ്? എയും സിയും ആണ്. 4 ആദ്യത്തെ 2 ആൽഫബറ്റ്സ് എയും സിയും ആണ്. അടുത്ത ആൽഫബറ്റ് ഏതാണ്? 5ാമത്തേൻ്റെ എച്ച് ആണ്, 4ാമത്തേൻ്റെ ക്യൂ ആണ്, 3ാമത്തേൻ്റെ സി ആണ്, 2ാമത്തേൻ്റെ ഡി ആണ് അല്ലേ. ഡി അല്ല, ടി ആണ്, ടി ആണ് അല്ലേ. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ വരുന്ന സമയത്ത് ഏതാണ് ലാസ്റ്റ്? സി ആണോ, ക്യൂ ആണോ, എച്ച് ആണോ, ടി ആണോ? ടി ആണ് ലാസ്റ്റ് വരിക. സോ അതുകൊണ്ട് ഈ 4 വേർഡ്സിൽ ഏറ്റവും ലാസ്റ്റ് വരിക ആരായിരിക്കും? ഈ ആക്ച്വേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇവിടെ എ ആയിരിക്കും ആൻസർ. ഓക്കെ, 2ാമത്തെ വാക്കായുള്ള ആക്ച്വേറ്റ് എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ ആക്ച്വേറ്റ് എന്ന് പറയുന്ന വേർഡാണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. How many such numerals are there in the number 476589 which will remain at the same position when arranged in ascending order of right to left? So 476589 ഇങ്ങനെയാണ് നമ്പർ അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ
റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക്, റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് അറേഞ്ച് ചെയ്യണം. സോ റൈറ്റ് എന്ന് പറയുമ്പോൾ ഈ സൈഡാണല്ലോ അല്ലേ. ഇപ്പം അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലേ. അസെൻഡ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന് മുകളിലേക്ക് എന്നുള്ളതല്ല, അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഈ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുകയാണ്. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 2 ആണ്. പിന്നെ 3 ആണ്. പിന്നെ ഏതാണ്? 4 ആണ്. പിന്നെ 5, 6, 7, 6 2 തവണയുണ്ട് അല്ലേ. സോറി 6 2 തവണയുണ്ട്. അപ്പോൾ ഞാനിവിടെ 6 എഴുതാണ് കേട്ടോ. 6 2 തവണയുണ്ട്. പിന്നെ 7 8 9 അല്ലേ. 6 2 തവണയുണ്ട്. സോ ഇവിടെ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പൊസിഷൻ, അതായത് മുകളിൽ ഞാൻ ഇവിടെ കൊടുത്ത നമ്പർ എഴുതിയിട്ടുണ്ട്, താഴെ ഞാൻ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും നമ്പർ സെയിം ആയിട്ട് വരുന്നുണ്ടോ? ഇവിടെ 6 2 ആണ്, 2 3 ആണ്, ഇവിടെ 3 4 ആണ്, 9 5 ആണ്, 8 6 ആണ്, 5 6 ആണ്, 6 7 ആണ്, 7 8 ആണ്, 4 9 ആണ്. ഒരു നമ്പറും എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്ന സമയത്ത് ഇത് രണ്ടിനും മാച്ച് ആയിട്ട് വരുന്നില്ല, അതായത് സെയിം ആയിട്ട് വരുന്നില്ല. സോ അതുകൊണ്ട് ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 0 ആണ്. ഒരു നമ്പറും എന്ത് ചെയ്യുന്നില്ല. ചോദ്യം ഇതാണ്, ഹൗ മെനി സച്ച് ന്യൂമറൽസ് ആർ ദർ ഇൻ ദ നമ്പർ 4765893226. അതായത് ഈ നമ്പറിലെ ഓരോ നമ്പേഴ്സിനെയും അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സെയിം ആയിട്ട്, കണ്ടോ ഇവിടെ ഉദ്ദേശിച്ചത് ഈ 6 2 കണ്ടോ, ഇവിടെ ഇപ്പോൾ 6 6 ആയിരുന്നെങ്കിൽ കറക്റ്റ് ആയേനെ, സെയിം ആയേനെ. ഇവിടെ അങ്ങനെയല്ല, 6 2 ആണ്. സോ അതുകൊണ്ട് ഒരു നമ്പറും എന്ത് ചെയ്യുന്നില്ല, സെയിം പൊസിഷനിൽ വരുന്നില്ല. സോ അതുകൊണ്ട് 0 ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, if 1 is subtracted from each even digit and 2 is subtracted from each odd digit in the number 768943, how many digits will appear twice in the new number thus formed? So 768,943 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ ഇഫ് 1 സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഈവൻ ഡിജിറ്റ്, അതായത് ഇരട്ട സംഖ്യയിൽ നിന്ന് എന്ത് സബ്സ്ട്രാക്ട് ചെയ്യാം? ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ 1 ആ നമ്പറിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാം. ആൻഡ് 2 ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ഓഡ് ഡിജിറ്റ്, അതായത് ഒറ്റ സംഖ്യയിൽ നിന്ന് 2 സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 5 എന്ത് വരും? 7 എന്ത് വരും? 2 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 വരും. 6 ഈവൻ നമ്പറാണ്, ഈവൻ നമ്പറിൽ നിന്ന് 1 ആണ് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്. സോ 5. ഇവിടെ 7, ഇവിടെ 7, ഇവിടെ 3, ഇവിടെ 1 അല്ലേ. അപ്പോൾ ചോദ്യം എന്താണ്? 2 തവണ ഏതൊക്കെ നമ്പേഴ്സാണ്, ഏതൊക്കെ ഡിജിറ്റാണ് 2 തവണ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏതൊക്കെ ഡിജിറ്റാണ് 2 തവണ വന്നിട്ടുള്ളത്? 5ഉം 7ഉം മാത്രമാണ് 2 തവണ വന്നിട്ടുള്ളത്. സോ ഓൺലി 5 ആൻഡ് 7 എന്ന് പറയുന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. 2 നമ്പേഴ്സ് മാത്രമാണ് ഇവിടെ ട്വൈസ് ആയിട്ട് വന്നിട്ടുള്ളൂ, 5ഉം 7ഉം. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. സോ നെക്സ്റ്റ് ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മനു സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫ്രം എ പോയിന്റ് എ ടുവാർഡ്സ് ഈസ്റ്റ് ആൻഡ് വാക്ക്ഡ് ഫോർ 8 കിലോമീറ്റർ. Then he turned to the left and walked for 6 kilometers to reach point B. How far was the from the starting point? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫണ്ടമെൻ്റൽ ആയിട്ട് 4 ഡയറക്ഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നോർത്ത് അഥവാ വടക്ക്, ഇത് തെക്ക് അഥവാ സൗത്ത്, ഇത് ഈസ്റ്റ് കിഴക്ക്, ഇത് വെസ്റ്റ് പടിഞ്ഞാറ്. സോ മനു എവിടെ നിന്നാണ്? ആദ്യം ഈസ്റ്റിലേക്ക് 8 കിലോമീറ്റർ ആണ് പോയത് അല്ലേ. ദെൻ ഹി ടേൺഡ് ലെഫ്റ്റ്. ടേൺ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകും? ഈസ്റ്റിലോട്ട് നടന്നു പോവാണ് അല്ലേ. അപ്പോൾ മുകളിലോട്ട് പോകും അല്ലേ. 6 കിലോമീറ്റർ അവൻ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് നടന്നു. ക്ലിയർ ആണല്ലോ. എന്നിട്ട് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തിയവൻ. ഹൗ ഫാർ വാസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? അപ്പോൾ അവന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ചോദ്യമൊക്കെ ഓൾറെഡി ക്ലാസ്സുകളിൽ ചെയ്തിട്ടുള്ളതാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്ര ദൂരമാണെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ആ ദൂരം. നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ എന്ന് പറയാൻ പറ്റും.
അപ്പോൾ ഇതാണ് ഹൈപ്പോട്ടനസ്, ഇത് ബേസ് ആണ്, ഇത് പെർപെൻഡിക്കുലർ ആണ്. സോ ബേസ് എത്രയാണ്? 8 ആണ്, പെർപെൻഡിക്കുലർ 6 ആണ്. അപ്പോൾ 8a² + 6a² ഈക്വൽ ടു എന്ത് വരും? ഹൈപ്പോട്ടനസ്, കർണം സ്ക്വയർ എന്ന് പറയും, ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് പറയാൻ പറ്റും, കർണം സ്ക്വയർ അല്ലേ. സോ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 64 + 36 ഈക്വൽ ടു 100 എന്ന് വരും. സോ h² ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 100 എന്ന് കിട്ടും. ഈ ഒരു വാല്യൂ അല്ലേ, h ആണ് നമുക്ക് കാണുന്നത്, h² ആണ് 100 അല്ലേ. അപ്പോൾ h കാണാൻ എന്ത് ചെയ്താൽ മതി? √100 ഈക്വൽ ടു 10 എന്ന് ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഡയറക്ഷൻ ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ പ്രധാനമായിട്ട് നമ്പേഴ്സ് ചോദിക്കാറെന്ന് പറഞ്ഞാൽ ഈ 8ഉം 6ഉം ചോദിക്കാറുണ്ട്. അതുപോലെ 8ൻ്റെ സ്ഥാനത്ത് 2ഉം 6ൻ്റെ സ്ഥാനത്ത് 3ഉം അങ്ങനെയും ചോദിക്കാറുണ്ട്. 8ൻ്റെ സ്ഥാനത്ത് 4ഉം 6ൻ്റെ സ്ഥാനത്ത് 3ഉം 8ൻ്റെ സ്ഥാനത്ത് 4ഉം 6ൻ്റെ സ്ഥാനത്ത് 3ആയിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട് പല ഡയറക്ഷനിലേക്കായിട്ട്. സോ ഇവിടെ ആൻസർ 10 കിലോമീറ്റർ ആണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. 10 ആണ് ആൻസർ ആയിട്ട് വരിക. കംപ്ലീറ്റ് ദ സീരീസ്. ഓക്കെ, ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. സോ 24, 48, 80, 120, 168. സോ ഇത് 24, ഡിഫറൻസ് 24 ആണ്. ഇത് 32 ആണ് ഡിഫറൻസ്. ഇത് 40 ആണ്. ഇവർ തമ്മിൽ ഡിഫറൻസ് 48 ആണ്. അപ്പോൾ അടുത്ത ഡിഫറൻസ് കണ്ടോ, ഇവിടെ 8ൻ്റെ മൾട്ടിപ്പിൾസ് 8 ഇങ്ങനെ കൂടി വരിക കണ്ടോ, 8, 8, 8 അല്ലേ. അപ്പോൾ അടുത്ത 8 ഡിഫറൻസ് വരുമ്പോൾ ഇവിടെ 56 വരും അല്ലേ. അപ്പോൾ 168ൻ്റെ കൂടെ 56 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 224 എന്ന് വരും. സോ 224 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. വളരെ ഈസി ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ആൽഫബറ്റ് സീരീസും, ഞാൻ ആ ഒരു മാരത്തൻ്റെ ടൈമിൽ പറഞ്ഞിരുന്നു, ആൽഫബറ്റ് സീരീസും നമ്പർ സീരീസും നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. സോ 224 ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, ഇഫ് ദ നമ്പർ സീരീസ് ഗിവൺ ബിലോ ഫൈൻഡ് ദ റോങ് വൺ. അപ്പോൾ ഇവിടെ നമ്പർ സീരീസ് ഉണ്ട്, അതിലൊരു റോങ് വണ്ണ് കണ്ടെത്തുകയാണ് വേണ്ടത്. ഇപ്പോൾ 121 എന്ന് പറയുമ്പോൾ 11ൻ്റെ സ്ക്വയർ ആണ്. 169 എന്ന് പറയുമ്പോൾ 13ൻ്റെ സ്ക്വയർ ആണ്. 226 അവിടെ നിൽക്കട്ടെ. 289 എന്ന് പറയുമ്പോൾ 17ൻ്റെ സ്ക്വയർ ആണ്. 361 എന്ന് പറയുമ്പോൾ 19ൻ്റെ സ്ക്വയർ ആണ്. ഈ 226 ഒരു നമ്പറിൻ്റെയും സ്ക്വയർ അല്ല. 225 ഉണ്ട്, അതെന്താണ്? 15ൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 1 മുതൽ 20 വരെയുള്ള സ്ക്വയറുകളൊക്കെ പഠിക്കുകയാണെങ്കിൽ അത് റിലേറ്റ് ആയിട്ടുള്ള നമ്പർ സീരീസ്, അതുപോലെ ആൽഫബറ്റ് സീരീസ്, ഇതുപോലെ റോങ് നമ്പർ കണ്ടുപിടിക്കുക, അതുപോലെ പെയർ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ റോങ് നമ്പർ ഏതാണ്? ഓപ്ഷൻ സി 226 ആണ്. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ CSEB എക്സാം കഴിഞ്ഞു അല്ലേ, ഒരു എക്സാം കഴിഞ്ഞു. അപ്പോൾ അടുത്ത CSEB നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നിരന്തരമായിട്ട് ക്ലാസ് എടുക്കുന്നതാണ്. അതേ ടൈപ്പ് ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷകളിൽ വന്നിട്ടുള്ളത്. സോ അതുപോലെ നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പ് ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞ ടോപ്പിക് പ്രകാരമുള്ള നോട്ട്സുകൾ, അതുപോലെ ലൈവ് റെക്കോർഡിംഗ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയായിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു കോഴ്സാണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ. സോ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാവാൻ താല്പര്യമുള്ളവർ 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഉടൻ തന്നെ ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമാവുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ടൈഗർ എങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്? ടൈഗർ QFDBO എന്ന് എഴുതാൻ പറ്റും. ടൈഗർ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ആൽഫബറ്റിക് ഓർഡറിൽ 20ാമത്തെ ലെറ്റർ ആണ്. I 9 ആണ്, G 7 ആണ്, E 5 ആണ്, R 18 ആണ്. ഓക്കെ, ഇതിന് സമാനമായിട്ട് എഴുതിയ വേർഡ് എന്താണ്? QFDBO എന്നാണ്. സോ Q എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ 17th ലെറ്റർ ആണ്, F 6 ആണ്, D 4 ആണ്, B 2 ആണ്, O 15 ആണ്. അപ്പോൾ നമുക്ക് കാണുന്നുണ്ടാവും ഇവിടെ ഓരോ ലെറ്റേഴ്സിൻ്റെ കൂടെ -3 കുറച്ചിട്ടാണ് അതിന് സമാനമായിട്ടുള്ള ഒരു വേർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ലയൺ ആണെങ്കിൽ L എന്ന് പറയുന്നത് 12ാമത്തെ ലെറ്റർ ആണ്, I 9 ആണ്, O 15 ആണ്, N 14 ആണ്. സോ L നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 9 വരും അല്ലേ. 9 എന്ന് പറയുമ്പോൾ I വെച്ചാവും സ്റ്റാർട്ടിങ് അല്ലേ. 9 നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 6 എന്ന് പറയുമ്പോൾ F അല്ലേ ഉണ്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനായി IFL തുടങ്ങുന്ന അല്ലേ. ഫുള്ള് വേണമെങ്കിൽ എഴുതാം, IFLK എന്ന് വരും ഇത് ചെയ്ത് നോക്കുമ്പോൾ. സോ
ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് ഇവിടെ വരിക അല്ലേ. ആദ്യത്തെ രണ്ട് വാക്കുകൾ ഡിജിറ്റുകൾ കണ്ടുപിടിച്ചപ്പോൾ തന്നെ ആദ്യത്തെ രണ്ട് ആൽഫബറ്റ്സ് കണ്ടെത്തിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. സോ IFLK എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് എഗെയിൻ ഒരു റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ബുക്ക് ഈസ് കോൾഡ് വാച്ച്, വാച്ച് ഈസ് കോൾഡ് ബാഗ്, ബാഗ് ഈസ് കോൾഡ് ഡിക്ഷണറി ആൻഡ് ഡിക്ഷണറി ഈസ് കോൾഡ് വിൻഡോ, വിച്ച് ഈസ് യൂസ്ഡ് ടു ക്യാരി ദ ബുക്സ്. അപ്പോൾ ബുക്സ് നമുക്ക് എങ്ങനെ വായിക്കാം? വാച്ച് എന്ന് വിളിക്കാം. ഓക്കെ, വാച്ചിനെ എന്ത് വിളിക്കാം? ബാഗ് എന്ന് വിളിക്കാം. ബാഗിനെ ഡിക്ഷണറി എന്ന് വിളിക്കാം, ഡിക്ഷണറീനെ വിൻഡോ എന്ന് വിളിക്കാം. വിച്ച് ഈസ് യൂസ്ഡ് ടു ക്യാരി ബുക്സ്. അപ്പോൾ ബുക്സിനെ ക്യാരി ചെയ്യാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? ബാഗാണ് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ ബാഗിനെ ഇവിടെ എന്താ വിളിക്കുന്നത്? ബാഗ് ഈസ് കോൾഡ് ഡിക്ഷണറി എന്നാണ്. സോ ആൻസർ എന്താണ്? ഡിക്ഷണറി ആണ് ആൻസർ. ഓക്കെ, ബുക്ക് ക്യാരി ചെയ്യുന്നത് ബാഗിലാണ്. ഇവിടെ ബാഗ് എന്താണ് വിളിക്കപ്പെടുന്നത്? ഡിക്ഷണറി എന്നാണ് വിളിക്കുന്നത് അല്ലേ. ബാഗ് ഈസ് കോൾഡ് ഡിക്ഷണറി. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി പെയറാണ്. പിജിയൺ പീസ് ആണെങ്കിൽ വൈറ്റ് ഫ്ലാഗ്. വൈറ്റ് ഫ്ലാഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്? സറണ്ടർ അല്ലേ. നമ്മൾ സമാധാനം അല്ലേ, നമ്മൾ കീഴടങ്ങുക എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഒരു സിമ്പിളാണ് എന്ത് ഈ വൈറ്റ് ഫ്ലാഗ് എന്ന് പറയുന്നത്, സറണ്ടർ. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ചൂസ് ദ വേർഡ് വിച്ച് ഈസ് നോട്ട് സിമിലർ ടു ദ അതർ വേർഡ്സ് ഇൻ ദ ഗ്രൂപ്പ്. ഹെലികോപ്റ്റർ, സ്കൂട്ടർ, എയ്റോപ്ലെയിൻ, സൈക്കിൾ അല്ലേ. അപ്പോൾ ഇതിലെ ആദ്യത്തെ മൂന്നെണ്ണം എന്താണ്? ഫ്യൂവലിൽ ഓടുന്ന ആൾക്കാരാണ്. അപ്പോൾ എയ്റോപ്ലെയിൻ ആണെങ്കിലും ഹെലികോപ്റ്റർ എയ്റോപ്ലെയിൻ ഒക്കെ ആണെങ്കിൽ ഫ്യൂവലിൽ ഓടുന്ന ആൾക്കാരാണ്. സൈക്കിൾ അങ്ങനെയല്ല അല്ലേ, ഫ്യൂവലല്ല. സോ ഇവിടെ വിച്ച് ഈസ് നോട്ട് സിമിലർ ആണ്. അപ്പോൾ ഏതാണ് ആൻസർ? സൈക്കിളാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ വ്രോങ് പെയർ അല്ലേ. അപ്പോൾ ഇവിടെ വ്രോങ് പെയർ സെലക്ട് ചെയ്യാനാണ്. വൈഡ്, ബ്രോഡ് രണ്ടും സെയിം മീനിങ് ആണ്. ലാർജ്, ബിഗ് എന്ന് പറഞ്ഞാലും വലുത് അല്ലേ, രണ്ടും സെയിം മീനിങ് ആണ്. വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറയില്ലേ, കുറച്ച് ചെരിഞ്ഞ അല്ലെങ്കിൽ അതും ഒരു എന്താ വൈഡ്, നമ്മൾ വൈഡായിട്ട് മീൻസ് വൈഡായിട്ട് കാണിക്കുക എന്നൊക്കെ പറയത്തില്ല, ആ ഒരു മീനിങ് കറക്റ്റ് മലയാളം കിട്ടുന്നില്ല. ഓക്കെ, സ്മോൾ എന്ന് പറഞ്ഞാലും ടൈനി എന്ന് പറഞ്ഞാലും ചെറുതെന്നാണ്. ഹെവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരമേറിയതെന്നാണ്. ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത് എന്നാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ സി ആണ് ആൻസർ ആയിട്ട് വരിക. ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സിനണിംസ് ആണ്. അപ്പോൾ ലാർജും ബിഗും സിനണിംസ് ആണ്, സ്മോളും ടൈനിയും സിനണിംസ് ആണ്, വൈഡും ബ്രോഡും സിനണിംസ് ആണ്. പക്ഷേ ഹെവിയും ലൈറ്റും ഓപ്പോസിറ്റ് ആൻറ്റണിംസ് ആണ്. ഹെവിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ലൈറ്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. സോ അടുത്തത് ഫിഗർ വെച്ചിട്ടുള്ളൊരു പാറ്റേൺ ആണ്. സോ ഈ ഫിഗറിൽ ആദ്യം നിങ്ങൾ ഈ കണ്ണുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആദ്യം കണ്ണുകൾ നോർത്ത് ഡയറക്ഷനെ ഫേസ് ചെയ്തിട്ടാണ് അല്ലേ. പിന്നെ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനെ ഫേസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈസ്റ്റ് ഡയറക്ഷനെ ഫേസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനെ ഫേസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഇപ്പോൾ നമ്മൾ 4 ഡയറക്ഷൻസ് വരക്കുകയാണെങ്കിൽ ആദ്യം നോർത്ത്, പിന്നെ നോർത്ത് ഈസ്റ്റ് അല്ലേ, പിന്നെ ഈസ്റ്റ് മാത്രം, പിന്നെ സൗത്ത് ഈസ്റ്റ്. അപ്പോൾ അടുത്ത് എങ്ങോട്ടാവും? കണ്ണ് എങ്ങോട്ടാവും? ഇനി സൗത്തിലോട്ടായിരിക്കും കണ്ണ്. സോ സൗത്തിൽ കണ്ണുള്ള ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. കറക്റ്റ് സൗത്ത് കേട്ടോ. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ സി 3 ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ആ കണ്ണിൻ്റെ പൊസിഷൻ മാത്രം നോക്കിയാൽ മതി, കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നെക്സ്റ്റ്, എ ബാഗ് കണ്ടെയ്ൻസ് ₹2,5 and 10 coins in the ratio 5:8:6 amounting to ₹2,200. Find the number of coins of each type respectively. അതായത് ഒരാളുടെ കയ്യിലെ ബാഗിൽ 2-ന്റെയും 5-ന്റെയും 10-ന്റെയും കോയിൻസ് ഉണ്ട്. അത് എന്തിൻ്റെ റേഷ്യോയിലാണ്? അതിൻ്റെ എണ്ണത്തിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:8:6 എന്ന് പറയുന്നതാണ്. ടോട്ടൽ 2,200 രൂപ എവിടെയുണ്ട്? ഈ ഒരു ബാഗിലുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് കോയിൻസ്, ഓരോ കോയിൻസിൻ്റെയും നമ്പർ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനിൽ പോവാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഓപ്ഷൻ എടുക്കുകയാണ്. 100 2-ന്റെ കോയിൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 100 2-ന്റെ കോയിൻസ് ആണെങ്കിൽ 200 രൂപയാവും അല്ലേ. 100 × 2 200. 160 5-ന്റെ കോയിൻസ് ഉണ്ട്. സോ 160 5-ന്റെ കോയിൻസ് എന്ന് പറഞ്ഞാൽ 800 രൂപയാണ്. 160 × 5 ചെയ്യുമ്പോൾ 800 കിട്ടും. 120 10-ന്റെ കോയിൻസ് അല്ലേ. അപ്പോൾ 120 10-ന്റെ കോയിൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 1200 രൂപയുണ്ടാവും. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 2200 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ,
അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഇനി അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ റേഷ്യോ നോക്കുക, 5:8:6 ആണ്. നമുക്ക് ഇതിനെ 5:8:6 എന്ന രീതിയിൽ എഴുതാൻ പറ്റും അല്ലേ. 100നെ 20 കൊണ്ട് വെട്ടി ചെറുതാക്കിയാൽ 5:8:6 എന്ന് എഴുതാൻ പറ്റും. ഇതിനെ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. ബി ഓപ്ഷൻ നമുക്ക് അങ്ങനെ ആ ഒരു റേഷ്യോയിലേക്ക് എഴുതാൻ പറ്റത്തില്ല. ഇതിനെ എഴുതാം. 150നെ നമുക്ക് 30 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 5:8:6 എന്ന് എഴുതാൻ പറ്റും. ഇതിനെയും എഴുതാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഈ ബിയും സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടിയില്ലേ, അപ്പോൾ എ ആണെന്ന് ഉറപ്പിക്കാൻ പറ്റും. സോ 100, 160, 120 ആണ് ആൻസറായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ ഗിവൺ സീരീസ്. ഈ ഗിവൺ സീരീസിലെ മിസ്സിംഗ് നമ്പർ. സോ ഇവിടെ വളരെ ഈസി ആയുള്ള കണക്ഷനാണ്. ആ നമ്പറിലെ 4 ഞാൻ എടുത്തു, ആ ഒരു സീരീസിലെ 4 ഞാൻ എടുത്തു. അതിന് ഞാൻ 3 കൊണ്ട് ഗുണിച്ച് +1 ആഡ് ചെയ്തു. അപ്പോൾ 4 × 3 12 +1 13. അടുത്ത നമ്പർ എടുത്തു 13. 13നെ 3 കൊണ്ട് ഗുണിച്ച് +1 ആഡ് ചെയ്തു. 13 × 3 39 +1 40. കണ്ടോ? അടുത്ത നമ്പർ എടുത്തു 40. 40നെ 3 കൊണ്ട് ഗുണിച്ചു +1 ആഡ് ചെയ്യണം. അപ്പോൾ 40 × 3 120 +1 ആഡ് ചെയ്യുമ്പോൾ 121 വരും. 121നെ 3 കൊണ്ട് ഗുണിച്ചു +1 ആഡ് ചെയ്യണം. സോ 121 × 3 എന്ന് പറയുമ്പോൾ നമുക്ക് 363 കിട്ടും. +1 ചെയ്യുമ്പോൾ 364. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഇവിടെ ആ സീരീസിലെ നമ്പറിനെ 3 കൊണ്ട് ഗുണിച്ചിട്ട് +1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്പർ കിട്ടും. അതാണ് അവിടെ ലോജിക്ക്. × 3 +1. സോ നെക്സ്റ്റ്, അറേഞ്ച് ദ വേർഡ്സ് ഗിവൺ ബിലോ ഇൻ എ മീനിങ് ഫുൾ സീക്വൻസ്. അപ്പോൾ താഴെ കൊടുത്ത ഒരു വേർഡുകളെ മീനിങ് ഫുൾ സീക്വൻസിലേക്ക്, നമ്മൾ ഈ കഥകളൊക്കെ ഓർഡർ ആക്കുക എന്ന് പറയത്തില്ലേ അല്ലേ, നമ്മൾ പണ്ടൊക്കെ ചെറിയ ക്ലാസ്സിൽ കഥകൾ ഓർഡർ ആക്കുക നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. സോ ആ രീതിയിലുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഒരു ക്രൈമാണ് എപ്പോഴും ആദ്യം നടക്കല്. അപ്പോൾ ഇവിടെ പോലീസ്, പണിഷ്മെൻറ്റ്, ക്രൈം, ജഡ്ജ്, ജഡ്ജ്മെൻ്റ് ഉണ്ട്. ക്രൈമാണ് ആദ്യം നടക്കല്ലേ അല്ലേ, ക്രൈമല്ല ആദ്യം നടക്കുക. ക്രൈം വരുമ്പോൾ ആര് വരും? പോലീസ് വരും അല്ലേ. ക്രൈം നടന്നു കഴിഞ്ഞാൽ എന്ത് വരും? പോലീസ് വരും. സോ 3 കൊണ്ട് തുടങ്ങുന്ന 2 ഓപ്ഷൻ നമുക്ക് എടുക്കാം അല്ലേ. ബിയും സിയും നമുക്ക് കട്ട് ചെയ്യാം. എയോ ഡിയോ ആയിരിക്കും ആൻസർ. അപ്പോൾ ക്രൈം നടന്നു കഴിഞ്ഞാൽ പോലീസ് വരും അല്ലേ. അപ്പോൾ എയുടെയും ഡിയുടെയും ഫസ്റ്റത്തെ 2 നമ്പേഴ്സ് 3ഉം 1ഉമാണ്. അതുകൊണ്ട് നമുക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പോലീസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പോലീസൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ കോടതിയിൽ കൊണ്ടുപോകും അല്ലേ. ജഡ്ജ് അല്ലേ, ജഡ്ജിൻ്റെ അടുത്ത് കൊണ്ടുപോകും അല്ലേ. ജഡ്ജിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് വരും? ജഡ്ജ്മെൻറ്റ് വരും. എന്താണ് ജഡ്ജ്മെൻറ്റ്? ജഡ്ജ്മെൻറ്റ് എന്ത് വരും? പണിഷ്മെൻ്റ് ആയിട്ട് വരും അല്ലേ. ജഡ്ജ്മെൻറ്റ് പണിഷ്മെൻ്റ് ആയിട്ട് വരും. അപ്പോൾ ക്രൈം, പോലീസ്, കോടതി, വിധി, പണിഷ്മെൻറ്റ്. അപ്പോൾ 3, 1, 4, 5, 2 ആണ് നമ്മുടെ ഓർഡർ. സോ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ, അതാണ് അതിൻ്റെ ഓർഡർ. നെക്സ്റ്റ്, ഇഫ് യു റൈറ്റ് ഡൗൺ ഓൾ ദി നമ്പേഴ്സ് ഫ്രം 1 to 100 ദെൻ ഹൗ മെനി ടൈംസ് ഡു യു റൈറ്റ്? അതായത് നിങ്ങൾ മനസ്സിലാക്കുക, 1 മുതൽ 100 വരെ ഏത് നമ്പർ എഴുതി കഴിഞ്ഞാലും, ഏത് നമ്പർ എത്ര തവണ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒരേ ആൻസറാണ്, 20 ആണ്. 1 മുതൽ 100 വരെ എന്ന് പറയുമ്പോൾ 1 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. 1 21 തവണ വരും. 1 മുതൽ 100 വരെ ഒന്നൊഴിച്ച് 2 to 9 വരെ ഏത് നമ്പറും എത്ര തവണ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര തവണയായിരിക്കും? 20 തവണയായിരിക്കും ആൻസറായിട്ട് വരിക. സോ 1 മുതൽ 100 വരെ 2 തൊട്ട് 9 വരെയുള്ള ഏത് നമ്പറും, ഇപ്പോൾ ചോദിക്കുകയാണ് 1 മുതൽ 100 വരെ എത്ര 6 ഉണ്ട്, അല്ലെങ്കിൽ എത്ര 4 ഉണ്ട്, എത്ര 7 ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ എത്രയാണ്? 20 ആണ് ആൻസർ വരിക. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തൊരു ഫിഗറാണ്. ഫിഗർ വെച്ചിട്ട് അടുത്ത ഫിഗർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ സർക്കിൾ നോക്കുക. ഇവിടെ എന്താ റിലേഷൻ? എന്താണ്? സർക്കിള് പിന്നെ റെക്റ്റാങ്കിൾ അല്ലേ. അപ്പോൾ രണ്ടാമത്തെ സർക്കിളാണ് ഏറ്റവും ഔട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ റെക്റ്റാങ്കിൾ വരുന്നുണ്ട്. വീണ്ടും അതിൻ്റെ ഉള്ളിൽ എന്ത് വരുന്നുണ്ട്? നമുക്ക് എന്ത് വരുന്നുണ്ട്? സർക്കിൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയാണെങ്കിൽ രണ്ടാമത്തെ റെക്റ്റാങ്കിളാണ് ഏറ്റവും ഔട്ടറിൽ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ട്രയാങ്കിളാണ്. അതിൻ്റെ ഉള്ളിൽ എന്ത് വരും? റെക്റ്റാങ്കിൾ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ട്രയാങ്കിൾ ഏറ്റവും ഔട്ടറായിട്ട് വരും. അതിൻ്റെ ഉള്ളിൽ
റെക്റ്റാങ്കിൾ വരും. എഗെയിൻ അതിൻ്റെ ഉള്ളിൽ എന്ത് വരും? ട്രയാങ്കിൾ വരും. സോ ട്രയാങ്കിൾ റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, TRT ഇങ്ങനെ കിടക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഇവിടെ അങ്ങനെ കിടക്കുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഏതാണ്? ബിയും കിടക്കുന്നുണ്ട്. പക്ഷേ ബി എന്താണ്? ഇങ്ങനൊരു ട്രയാങ്കിൾ ആണോ നമുക്ക് തന്നിട്ടുള്ളത്? അല്ല അല്ലേ. നമുക്ക് ഇങ്ങനെയുള്ള ട്രയാങ്കിൾ ആണോ, ഇങ്ങനെ ചെരിഞ്ഞുള്ള ട്രയാങ്കിൾ ആണോ തന്നിട്ടുള്ളത്? അല്ല അല്ലേ. നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയുള്ള ട്രയാങ്കിളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതെടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ട്രയാങ്കിൾ റെക്റ്റാങ്കിൾ ട്രയാങ്കിൾ എന്നാണ് ഓർഡർ. പക്ഷേ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ അതിൽ ട്രയാങ്കിൾ ഇങ്ങനെ ചെരിഞ്ഞിട്ട് ത്രികോണം പോലെയാണ് കിടക്കുന്നത്. അത് എടുക്കാൻ പറ്റില്ല. കറക്റ്റ് ട്രയാങ്കിളാണ് നമുക്ക് ഇവിടെ ഉള്ളത് അല്ലേ. വേണമെങ്കിൽ നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട്, ഫിഗർ ഡി ആണ് ആൻസർ ആയിട്ട് ഇവിടെ വരിക. ഓക്കെ, ട്രയാങ്കിൾ റെക്റ്റാങ്കിൾ ട്രയാങ്കിൾ. So next, which Venn diagram best represent the given set of classes, married persons, government employees, teachers? അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുക, ഇവിടെ ആൻസർ ബി ആണ് വരുന്നത്. എന്തുകൊണ്ട് ബി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ബി നമ്മളിങ്ങനെ വരക്കുകയാണ്. അതായത് ഞാൻ എം എന്ന് കൊടുക്കുകയാണ്, ഇതിനെ ജി എന്ന് കൊടുക്കുകയാണ്, ഇതിനെ ടി എന്ന് കൊടുക്കുകയാണ്. എം എന്ന് പറഞ്ഞാൽ മാരീഡ് പേഴ്സൺ, ജി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എംപ്ലോയി, ടി എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മാരീഡ് പേഴ്സൺസ് എന്താവാം? മാരീഡ് പേഴ്സൺസ് ഗവൺമെൻറ് എംപ്ലോയീസ് ആവാം, അല്ലെങ്കിൽ എന്താവാം? ടീച്ചേഴ്സും ആവാം അല്ലേ. ഗവൺമെൻറ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ തന്നെ ടീച്ചർ ഗവൺമെൻറ് എംപ്ലോയി ആണല്ലോ. അപ്പോൾ മാരീഡ് ടീച്ചേഴ്സ് എന്താവാം? മേ ബി. കണ്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സർക്കിളിമേയും മുട്ടിച്ചത്, ഈ ഒരു സർക്കിളിമേയും ഈ ഒരു സർക്കിൾ മുട്ടിച്ചത്. ക്ലിയർ ആണല്ലോ. ഈ ഒരു സർക്കിൾ രണ്ട് സർക്കിളിനെയും മുട്ടിക്കാനുള്ള കാരണം എന്താ? മാരീഡ് പേഴ്സൺസ് ഗവൺമെൻറ് എംപ്ലോയീസ് ആവാം, ടീച്ചേഴ്സും ആവാം. ഇനി ഗവൺമെൻറ് എംപ്ലോയീസ് എന്താണ്? ടീച്ചേഴ്സും ആവാം, മാരീഡ് പേഴ്സണും ആവാം. അതുകൊണ്ടാണ് നമ്മൾ ഈ സർക്കിൾ മറ്റ് രണ്ട് സർക്കിളിൽ നിന്ന് തട്ടിച്ചത്. ഇനി ടീച്ചേഴ്സ് എന്താണ്? അവർ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്, അവരിപ്പോൾ മാരീഡും ആവാം. സോ അതുകൊണ്ടാണ് ഈ ട്രയാങ്കിൾ രണ്ടും മുട്ടിച്ചത്. ഓക്കെ, രണ്ടും കോമൺ ആണെങ്കിൽ നമ്മൾ മുട്ടിച്ചെഴുതണം, വരക്കണം. ഓക്കെ ആണല്ലോ. സോ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ എം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാരീഡ് പേഴ്സൺസ് എന്താണ്? MGT എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, മാരീഡ് പേഴ്സൺസ് ഗവൺമെൻറ് എംപ്ലോയീസ് ആണ് കാണുന്നുണ്ട് അല്ലേ. കാരണം ഈ ഒരു സർക്കിൾ മുട്ടുന്നുണ്ട്, പക്ഷേ മൂന്നാമത്തെ സർക്കിൾ മുട്ടുന്നില്ല. അപ്പോൾ മാരീഡ് പേഴ്സൺസ് ടീച്ചേഴ്സ് ആണോന്ന് ഈ മാരീഡ് പേഴ്സൺസ് ടീച്ചേഴ്സ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന ഒരു സിമ്പിൾ ഇവിടെ ഇല്ല, അങ്ങനെ ഒരു കണക്ഷൻ ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ സി കറക്റ്റ് ആവുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി. സോ നെക്സ്റ്റ് ഫൈനൽ ചോദ്യമാണ്, ഈ ഒരു ഫിഗറിൽ എത്ര സ്ക്വയർ ഉണ്ട്? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് നമ്പർ ഇവിടെ എത്ര ലെങ്ത് ആയിട്ടും ബ്രെഡ്ത്ത് ആയിട്ടും എത്ര സ്ക്വയർ ഉണ്ട് നോക്കുക. അപ്പോൾ 1 2 3 4 1 2 3 4 അല്ലേ. രണ്ട് സൈഡിലും 1 2 3 4 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ കണ്ടുപിടിക്കുന്ന ഒരു ട്രിക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. 4 ലെങ്ത് ആയിട്ടും ബ്രെഡ്ത്ത് ആയിട്ടും, അതായത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും 4 സർക്കിൾസ് ഉണ്ട്, 4 സ്ക്വയേഴ്സ് ഉണ്ട് അല്ലേ. സോ നമ്മൾ ചെയ്യേണ്ടത് 1 മുതൽ 4 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കൂട്ടി എഴുതി കഴിഞ്ഞാൽ, ഇത് എന്തുകൊണ്ടാണ് 1 മുതൽ 4 എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 4 സ്ക്വയേഴ്സ് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 മുതൽ 4 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ആഡ് ചെയ്യുന്നത്. സോ 1 + 4 + 9 + 16, സോ 30 എന്ന് കിട്ടും. മേ ബി ഇവിടെ അങ്ങനെ എക്സ്ട്രാ ഒരു 5 എണ്ണം, അങ്ങനെ ഒരു 5 എണ്ണം ആണെങ്കിൽ, സോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യായിരുന്നു? അപ്പോൾ ഇവിടെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും 5 ട്രയാങ്കിൾസ് ഉണ്ടായേനെ അല്ലേ. സോ ട്രയാങ്കിൾ അല്ല, സ്ക്വയേഴ്സ് ഉണ്ടായേനെ. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 സ്ക്വയർ + 2 സ്ക്വയർ + 3 സ്ക്വയർ + 4 സ്ക്വയർ + 5 സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതേണ്ട ആവശ്യം വന്നേ. 6 ആയിരുന്നെങ്കിൽ 6 സ്ക്വയർ വരെ എഴുതാം. 1 സ്ക്വയർ + 2 സ്ക്വയർ, അങ്ങനെ 6 സ്ക്വയർ വരെ എഴുതാം. സോ ഇവിടെ 4 സ്ക്വയേഴ്സാണ്, മീൻസ് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും 4 സ്ക്വയേഴ്സ് ആണുള്ളത്. സോ അതുകൊണ്ടാണ് 1 സ്ക്വയർ + 2 സ്ക്വയർ + 3 സ്ക്വയർ + 4 സ്ക്വയർ = ഇത് ആഡ് ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടുന്നത്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സോ കഴിഞ്ഞ CSEB എക്സാമിൽ നടന്ന
ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അധികം ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് ടൈം കൺസ്യൂമിങ് ആവാം, എന്നാലും വളരെ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാത്സ് ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇനിയുള്ള ക്രാഷ് കോഴ്സുകളിലൊക്കെ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് മാത്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാവുക. അതിനായിട്ട് താഴെ കൊടുത്ത നമ്പർ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ആവുക. അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ആ ഒരു തമ്പിൽ കൊടുത്ത ആ ഒരു ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഇതുപോലെ മാത്സ് ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.